നമസ്കാരം. കൊടൂരവും ഞെട്ടിക്കുന്നതുമാണ് ഇസ്രായേലിൻ്റെ ചാരസംഘടന മൊസാദിൻ്റെ പ്രവർത്തന രീതികൾ. ഇസ്രായേൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ സമ്മർദ്ദം അനുഭവിച്ചിട്ടുണ്ടോ ആ ഘട്ടങ്ങളിലെല്ലാം ഒളിഞ്ഞും തെളിഞ്ഞും രക്ഷാകവചമായിട്ടുണ്ട് മൊസാദ്. തങ്ങൾ നടത്തുന്ന ഓപ്പറേഷനും അതീവ രഹസ്യമായിട്ടാണ് മൊസാദ് കൈകാര്യം ചെയ്യുന്നത്. ഇസ്രായേൽ ഇറാൻ സംഘർഷം കൊടുമ്പിരി കൊണ്ട സമയത്താണ് മൊസാദിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഓപ്പറേഷനുകളിൽ ഒന്ന് ചർച്ചകളിൽ വരുന്നത്. ഇതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മുതിർന്നിട്ടില്ല എങ്കിലും പകൽ പോലെ വ്യക്തമാണ് ഇതിൽ മൊസാദിൻ്റെ പങ്ക്. 2020 നവംബർ 27 ടെഹ്റാൻ പ്രവിശ്യയിലെ അബ്സാർദിലായിരുന്നു ഇറാനെ ഞെട്ടിച്ച മൊസാദിൻ്റെ ആ ഓപ്പറേഷൻ. ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു പിക്കപ്പ് വാൻ, അതിൽ റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാവുന്ന അത്യാധുനിക മെഷീൻ ഗൺ. ലക്ഷ്യം മുന്നിലെത്തിയതിന് പിന്നാലെ മെഷീൻ ഗണ്ണ് പ്രവർത്തിച്ചു. വെടിയുണ്ടകൾ ചീറിപ്പാഞ്ഞ ലക്ഷ്യം വെച്ച ആളുടെ ശരീരത്തിലേക്ക് തുളച്ചു കയറുന്നു. പിന്നീട് നടന്നത് ചരിത്രം. മൊസാദിൻ്റെ ഹിറ്റ് ലിസ്റ്റിലെ ആ വമ്പൻ യഥാർത്ഥത്തിൽ ആരാണ്? എന്തിനായിരുന്നു ഒരു വ്യക്തിക്കായി ഇത്ര വലിയ തയ്യാറെടുപ്പുകൾ? ശരിയാണ്, മൊസാദ് ടാർഗറ്റ് ചെയ്ത ആൾ ചില്ലറക്കാരനല്ലായിരുന്നു. ഇറാൻ്റെ ആണവായുധ പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന മോഹ്സിൻ ഫക്രിസാദയായിരുന്നു അത്. ഏറ്റവും ആശ്ചര്യകരമായ കാര്യം, നീണ്ട 13 വർഷത്തെ തയ്യാറെടുപ്പാണ് ഈ ഓപ്പറേഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി മൊസാദ് എടുത്ത സമയം. മൊയ്സിനായിരുന്നു ന്യൂക്ലിയർ ബോംബ് നിർമ്മിക്കാനുള്ള ഇറാൻ്റെ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. ആക്രമിക്കപ്പെട്ടേക്കാമെന്ന് ഇറാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും മുഹ്സിൻ അത് വകവച്ചില്ല. ഇറാൻ്റെ സൈനിക സംവിധാനത്തിൽ ഉന്നത സ്ഥാനീയൻ കൂടിയായിരുന്നു അദ്ദേഹം. പക്ഷെ തീർത്തും സാധാരണ ജീവിതം നയിക്കാനായിരുന്നു മുഹ്സിൻ ഇഷ്ടപ്പെട്ടിരുന്നത്. കവിതകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, കുടുംബത്തോടൊപ്പം ചെലവഴിക്കാൻ ഇഷ്ടപ്പെടുന്ന, കടൽ തീരങ്ങളെ പ്രണയിച്ചിരുന്ന ഒരു സാധാരണക്കാരൻ. 2007 മുതൽ മൊസാദിൻ്റെ ഹിറ്റ് ലിസ്റ്റിൽ മുഹ്സിൻ ഉണ്ടായിരുന്നു. പലവിധ ആസൂത്രണങ്ങൾക്കും പദ്ധതികൾക്കും ശേഷം 2020 നവംബർ 27 വെള്ളിയാഴ്ചയാണ് മൊസാദ് മുഹ്സിനെ വധിക്കുന്നത്. കൃത്യതയും കണിശതയുമുള്ള ബെൽജിയൻ നിർമ്മിത 7.62 mm FN മാഗ് മെഷീൻ ഗണ്ണിൻ്റെ പ്രത്യേക മോഡലാണ് ഇതിനായി മൊസാദ് തിരഞ്ഞെടുത്തത്. ഇതൊരു അത്യാധുനിക റോബോട്ടിൽ ഘടിപ്പിച്ചു. ലക്ഷ്യത്തിനായി മൊസാദ് ഒരുക്കിയ ഈ ആയുധത്തിൻ്റെ ഭാരം ഏകദേശം 1 ടണ്ണായിരുന്നു. അതീവ രഹസ്യമായിട്ടായിരുന്നു മുഹ്സിനെ വധിക്കാനുള്ള ആയുധങ്ങൾ ഇറാനിൽ ഇവരെത്തിച്ചത്. ആയുധങ്ങൾ ഘട്ടം ഘട്ടമായി ഓരോ പാർട്സുകളായി ഇറാനിൽ എത്തിക്കുകയായിരുന്നു. അതീവ രഹസ്യമായി തന്നെ ഇത് ആക്രമണ സമയത്ത് സെറ്റ് ചെയ്തു. തെളിവുകളൊന്നും അവശേഷിക്കാതിരിക്കുകയെന്നത് നിർബന്ധമായിരുന്നു. ആക്രമണശേഷം മെഷീൻ ഗണ്ണിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സ്ഫോടക വസ്തുക്കൾ പിക്കപ്പിൽ നിറച്ചിരുന്നത്. എന്നാൽ ഈ സ്ഫോടനശേഷവും മെഷീൻ ഗണ്ണിന് ഒന്നും സംഭവിച്ചില്ല. പല സന്ദർഭങ്ങളിലായി വിവിധ പദ്ധതികൾ മുഹ്സിനെ വധിക്കാൻ മൊസാദ് മെനഞ്ഞു. എന്നാൽ അനുകൂലമാകുന്ന 100% ലക്ഷ്യം ഉറപ്പാകുമെന്ന സാഹചര്യത്തിൽ അറ്റാക്ക് ചെയ്യുക എന്നതായിരുന്നു മൊസാദിൻ്റെ പ്ലാൻ. സാഹചര്യങ്ങൾ ഒത്തിണങ്ങി വന്ന 2019 മുഹ്സിനെ വധിക്കാൻ മൊസാദ് തീരുമാനിച്ചെങ്കിലും പിന്നീട് ആ പദ്ധതിയും ഉപേക്ഷിക്കുകയായിരുന്നു. മുഹ്സിനെ ഇല്ലാതാക്കാൻ പലതരത്തിലുള്ള പദ്ധതികൾ മൊസാദ് ഒരുക്കിയിരുന്നു. മുഹ്സിൻ പോകുന്ന വഴിയിൽ ബോംബ് ഭീഷണി ഉയർത്തുകയും കാറിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്നൈപ്പർമാരെ ഉപയോഗിച്ച് മുഹ്സിനെ ഇല്ലാതാക്കാനും ആലോചിച്ചിരുന്നു. എന്നാൽ ഈ പദ്ധതിയും പിന്നീട് വേണ്ട എന്ന് വയ്ക്കുകയായിരുന്നു. മുഹ്സിനെ എങ്ങനെ കുരുക്കുമെന്ന് ആലോചിച്ച മൊസാദിന് മാസങ്ങൾക്ക് ശേഷം കൃത്യമായൊരു പ്ലാന് കിട്ടി. പക്ഷെ നടപ്പാക്കിയെടുക്കുക എന്നത് ഏറെ പ്രയാസം. നടപ്പായി കഴിഞ്ഞാൽ ഒരു ചോദ്യശരങ്ങളും തങ്ങൾക്ക് നേരെ ഉയരില്ല എന്ന ഉറപ്പ് മൊസാദിനുണ്ടായിരുന്നു. ഇതിനോടകം തന്നെ ഈ ഓപ്പറേഷൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ അവർ തുടങ്ങിക്കഴിഞ്ഞിരുന്നു. കമ്പ്യൂട്ടറൈസ്ഡായ ആയുധത്തെ പിക്കപ്പ് വാനിൽ ഘടിപ്പിച്ച മുഹ്സിൻ കടന്നു പോകുന്ന വഴിക്കായി അവർ കാത്തിരുന്നു. ഭാര്യയ്ക്കൊപ്പം അവധിക്കാല വസതിയിലേക്കുള്ള യാത്രയിലായിരുന്നു അപ്പോൾ മുഹ്സിൻ. റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ചായിരുന്നു മെഷീൻ ഗണ്ണിനെ നിയന്ത്രിച്ചിരുന്നത്. ക്യാമറ, സ്ഫോടക വസ്തുക്കൾ എന്നിവയും ഈ പിക്കപ്പ് വാനിൽ ഉണ്ടായിരുന്നു. ഈ പിക്കപ്പ് വാന് മുഹ്സിൻ്റെ വീട്ടിലേക്കുള്ള ജംഗ്ഷനിൽ നിർത്തിയിട്ടു. മൊസാദിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഇറാനിയൻ ഏജന്റുമാരായിരുന്നു ഇതിൻ്റെ എല്ലാം ആസൂത്രണവും. മുഹ്സിൻ്റെ വാഹനം ജംഗ്ഷനിൽ അങ്ങനെ എത്തി. പിക്കപ്പ് വാനിൽ ഘടിപ്പിച്ചിരുന്ന ക്യാമറകളുടെ സഹായത്തോടെ ടാർഗറ്റ് കൃത്യമാണോ എന്ന് മൊസാദ് ഉറപ്പിച്ചു. തുടർന്ന് റിമോട്ട് കൺട്രോളിൽ പ്രവർത്തിക്കുന്ന മെഷീൻ ഗൺ ഉപയോഗിച്ച് വെടിയുതിർക്കുന്നു. ആകെ 15 ബുള്ളറ്റുകൾ മുഹ്സിന് നേർക്ക് മെഷീൻ ഗണ്ണിൽ നിന്ന് ഉതിർന്നു. ഈ പ്ലാൻ നടപ്പാക്കാൻ മൊസാദ് കണക്ക് കൂട്ടിയത് കൃത്യം 1 മിനിറ്റായിരുന്നു. അങ്ങനെ 13 വർഷത്തെ മൊസാദിൻ്റെ കാത്തിരിപ്പും തയ്യാറെടുപ്പുകളും ആ 60 സെക്കൻഡ് കൊണ്ട് അവസാനിക്കുന്നു. പരിക്കേറ്റത് മുഹ്സിന് മാത്രം. ഒപ്പമുണ്ടായിരുന്ന മറ്റൊരാൾക്കും ഒരു പോറല് പോലും സംഭവിച്ചില്ല. മുഖം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഫേഷ്യൽ റെക്കഗ്നൈസേഷൻ സോഫ്റ്റ്വെയറാണ് മുഹ്സിൻ്റെ ഭാര്യയ്ക്കും മറ്റും
പരിക്കേൽക്കാതിരിക്കാൻ കാരണമായത്. സംഭവം ആക്രമണമാണെന്നറിയാതെ മുഹ്സിൻ്റെ സുരക്ഷാ ജീവനക്കാർ അമ്പരന്ന് ചുറ്റുപാടും നോക്കുകയായിരുന്നു. AI സഹായത്തോടെ 1000 മൈൽ അകലെ നിന്ന് മൊസാദ് നടപ്പാക്കിയ ഈ ഓപ്പറേഷൻ ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. അക്ഷരാർത്ഥത്തിൽ ഇറാനെ അടിച്ചിരുത്തിയ ഒരു സംഭവം കൂടിയായിരുന്നു മൊസാദിൻ്റെ ഓപ്പറേഷൻ മുഹ്സിൻ.